അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ എല്ലാം സമ്മതിക്കുകയാണ്. രാഹുൽ ഈശ്വർ പറഞ്ഞ വാദഗതികളും ന്യായീകരണങ്ങളും മാങ്കൂട്ടത്തിൽ തന്നെ തള്ളുകയാണ്. തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ചിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷ സത്യത്തിൽ അയാൾക്ക് തന്നെ കുരുക്കാണ്. താൻ ഇതുവരെ നിഷേധിച്ചതോ നിശബ്ദമായതോ ആയിട്ടുള്ള കാര്യങ്ങൾ മാങ്കൂട്ടത്തിൽ തന്നെ സമ്മതിക്കുന്നു. ഇതൊക്കെ അറിഞ്ഞതോടെയാണ് സുധാകരനെ പോലുള്ളവർ മലക്കം മറിയുന്നത്, രാഹുൽ ചെയ്തത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത്. രാഹുലിനോടുള്ള ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? 3 മാസമായി മാധ്യമങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്ന ചോദ്യമാണ്, പെൺകുട്ടിയെ അറിയാമോ എന്നതായിരുന്നു. അറിയാം, ദീർഘകാലമായി അറിയാമെന്നതാണ് മുൻകൂർ ജാമ്യ ഹർജിയിൽ രാഹുലിന്റെ ഉത്തരം. ഇനി രണ്ടാമത്തെ കാര്യം, പെൺകുട്ടി വിവാഹിതയാണെന്ന് മാങ്കൂട്ടത്തിന് അറിയില്ല എന്നായിരുന്നു രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ വാദിച്ചിരുന്നത്. ഈ വാദം സൈബർ കോൺഗ്രസ്സുകാരും ഏറ്റെടുത്തിരുന്നു. വിവാഹിതയാണെന്ന് അറിയാതെയായിരുന്നു പാവം രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിച്ചത്, അത് അറിഞ്ഞപ്പോഴാണ് രാഹുൽ പിന്മാറിയത് എന്നതായിരുന്നു രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ തൊണ്ട തൊടാതെ പറഞ്ഞത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അതും തള്ളുകയാണ്. അതായത് രാഹുൽ ഈശ്വറിന്റെ വാദവും രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളുകയാണ്. പെൺകുട്ടി വിവാഹിതയാണെന്ന് അറിയാമായിരുന്നു, സമൂഹ മാധ്യമത്തിലൂടെയാണ് പെൺകുട്ടിയെ പരിചയപ്പെട്ടത്, ഭർതൃപീഡനത്തിന്റെ കാര്യം അറിഞ്ഞപ്പോൾ അനുകമ്പ തോന്നിയെന്നാണ് രാഹുൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്.